ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. മൈക്കിൾ ജാക്സന്റെ ഓട്ടോബയോപിക് സിനിമയായ മൈക്കിൾ എന്ന സിനിമ ഏപ്രിൽ 24, 2026 വേൾഡ് വൈഡ് റിലീസ് ആവുന്നത്. ബട്ട് ഞാൻ കണ്ടത് ഏപ്രിൽ 23 മൈക്കിൾ എന്ന സിനിമയുടെ പ്രീമിയർ ഷോ ആണ്. സത്യം പറയാലോ, ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലും മൈക്കിൾ ജാക്സനായിട്ട് പോർട്രേറ്റ് ചെയ്ത ആ ഒരു പയ്യൻ ജാഫർ ജാക്സന്റെ പെർഫോമൻസ് അന്യായം. അതിൽ സംശയമൊന്നുമില്ല. പുള്ളി മൈക്കിൾ ജാക്സന്റെ മൂത്ത സഹോദരനായ ജെറമിയൻ ജാക്സന്റെ മകനാണ്. അതായത് മൈക്കിൾ ജാക്സൺ ജാഫർ ജാക്സന്റെ അങ്കിളാണ്. ഈ സിനിമയെക്കുറിച്ച് എനിക്ക് ഒരുപാട് പറയണം. അതായത് ഈ മൈക്കിൾ എന്ന സിനിമ ഡയറക്റ്റ് ചെയ്തത് അന്റോയിൻ ഫുക്കുവയാണ്, റിട്ടേൺ ചെയ്തത് ജോൺ ലോഗനാണ്. ആൻഡ് ഈ സിനിമയിൽ സപ്പോർട്ടിംഗ് കാസ്റ്റിൽ വന്നവരും നിയ ലോങ്, അതായത് മൈക്കിൾ ജാക്സനെ അമ്മയായിട്ട് ക്യാരി ചെയ്ത ഒരാൾ കിട്ടില്ല, ആൻഡ് ലോറ ഹാരിയർ സപ്പോർട്ടറായിട്ട്, മൈൽസ് ടെല്ലർ, കോൾമാൻ ഡൊമിങ്ങോ എന്നുണ്ട്. അതായത് മൈക്കിൾ ജാക്സൺ ഈ ബയോപിക്കിലും മൈക്കിളിലും മൈക്കിൾ ജാക്സൺ അച്ഛനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. തിയേറ്ററിൽ കൂട്ടച്ചിരിയായിരുന്നു. പുള്ളി ഒരു വെറുപ്പിക്കൽ ക്യാരക്ടറാണ്. ബട്ട് ചില സമയങ്ങളിൽ പുള്ളിയുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ, പുള്ളിയുടെ ആ ക്യാരക്ടർ പോണ രീതി കാണുമ്പോൾ ചിരി വന്നു പോകും. ഇതിൽ പറയേണ്ടത് സത്യം മൈക്കിൾ ജാക്സനെ പോർട്രേറ്റ് ചെയ്ത് അത് അങ്കിൾ ആയതുകൊണ്ടായിരിക്കാം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇനി വേറെ ആർക്കും ചെയ്യാൻ പറ്റൂല. എൻ്റെ പൊന്നണ്ണ, എന്നെ അന്യായ പെർഫോമൻസ് ആണ്. അതിൽ ഈ ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ ആ ക്യാരി ബിൽഡ് ചെയ്ത് വരുന്നതുകൊണ്ട് ആ ഒരു ഉറക്കവും ആ ഒരു ലാഗും കുറച്ച് ഇരുന്ന് തന്നെയാണ് പോകുന്നത്. ബട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സിനിമ കത്തി കയറുന്നുണ്ട്. മൈക്കിൾ ജാക്സന്റെ തന്നെ ത്രില്ലർ പാട്ട്, ആ ത്രില്ലർ പാട്ടിൽ അതേ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ സെയിം മൈക്കിൾ ജാക്സൺ വന്ന് ഡാൻസ് കളിച്ചു പോലെ തോന്നും. തിയേറ്ററിലൊക്കെ എന്ത് ആർപ്പ് വിളിയും കൂക്കുവിളിയും കയ്യടിയും എൻജോയ് മൊമെന്റ് ആയിരുന്നു. മൊത്തം ഓഡിയൻസും പൾസ് ഇറങ്ങി തന്നെയാണ് ഇരുന്ന് സിനിമ കണ്ടത്. ആ ത്രില്ലർ പാട്ട് മുഴുവനിട്ട് ആ ഡാൻസും സ്റ്റെപ്പും ആ വരവും, എൻ്റെ പൊന്നണ്ണ മൈക്കിൾ ജാക്സൺ വന്നിരുന്ന് കളിച്ച പോലെയാണ് തോന്നിയത് സത്യം. ആൻഡ് ക്യാൻ യു ഫീൽ ഇറ്റ് സോങ്, എന്ത് തിയേറ്റർ എക്സ്പീരിയൻസ്. നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. പിന്നെ നിങ്ങളെ ഫുൾ സാറ്റിസ്ഫൈ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഇത് കണ്ടിട്ട് ആൻഡ് കമൻറ്റ് മറക്കാതെ ചെയ്തേക്കും. മസ്റ്റായിട്ട് കാണാനുള്ള ഒരു സിനിമ തന്നെയാണ്. ആൻഡ് ഇത് എല്ലാ സിനിമകളെയും പോലെ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് പോയത് തീർച്ചയായിട്ടും എന്നെ നിരാശരാക്കിയിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു സ്പോയിലറാണ്, എനിക്ക് പറയാതെ നിവൃത്തിയുമില്ല. കാരണം നിങ്ങൾ പോകുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് കാരണം ഇതൊരു 1:50, 1 മണിക്കൂർ 50 മിനിറ്റോളം ഉള്ള ഒരു സിനിമയാണ്. 1 മണിക്കൂർ കൃത്യമാകുമ്പോൾ ഫസ്റ്റ് ഹാഫ് ആവും. ആൻഡ് ഈ സിനിമ എനിക്ക് ജാഫർ ജാക്സനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. പുള്ളി അന്യായ ഓറ, അതായത് കറക്റ്റ് മൈക്കിൾ ജാക്സൺ ചെയ്ത് വച്ച് മെനക്കി ഇത്രയും വലിയൊരു ബയോപിക്ക്, അത്രയും വലിയൊരു ആ ഒരു സ്റ്റാറിൻ്റെ ആ ഒരു ഓട്ടോ ബയോപിക്ക് ചെയ്യാൻ ആ പുള്ളിക്ക് ചാൻസ് കിട്ടിയതിൽ വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. ലക്കി തന്നെയാണ്. എമ്മാതിരി പെർഫോമൻസ്, അതിപ്പോൾ സംസാരങ്ങളിലായാലും ആറ്റിറ്റ്യൂഡിലായാലും ആ ഒരു കൈൻഡ്നെസ്സിലായാലും ആ ഒരു ലുക്ക് വൈസ് ആയാലും ആ ഒരു പെർഫോമൻസ്, ഡാൻസ്, ആ ഒരു ഓറ, എനിക്ക് എന്തോരം പെർഫോമൻസാണ് ചെയ്ത് കൂട്ടിയത്. ത്രില്ലർ പാട്ടൊക്കെ ഞാൻ കണ്ടിരുന്ന് അമ്പരന്ന് പോയി. പുള്ളി ആ കറക്റ്റ് മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സനെ പറയാനായിട്ട് ഒരാൾക്കും പറ്റില്ല, അല്ലെങ്കിൽ മൈക്കിൾ ജാക്സനെ പോലെ ചെയ്യാൻ പറ്റില്ല. ബട്ട് അതുപോലെ നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്യായം തന്നെയാണ്. കാരണം പുള്ളി ചെയ്തത് ഗ്ലോബൽ സ്റ്റാറിൻ്റെ ആണ്. ആ ത്രില്ലർ പാട്ട്, അത് നമ്മളിങ്ങനെ തിയേറ്ററിലേക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സീൻ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വന്നിട്ട് പെട്ടെന്ന് ആ ഒരു ത്രില്ലർ പാട്ട് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കുമ്പോൾ ഇങ്ങനെ അവർ ചെയ്ത് വന്നിട്ട് ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ് വരുന്നുണ്ട്, ഒരു വേൾഡ് ടൂർ ആന്തം പോലെ. അപ്പോൾ ഈ ഒരു പേര് ത്രില്ലർ എന്നിങ്ങനെ ആ പേരിങ്ങനെ വയ്ക്കുമ്പോൾ തിയേറ്ററിൽ ആർപ്പ് വിളിയും കൂക്കുവിളിയാണ്. കാരണം എല്ലാവർക്കും അറിയാം. എന്നിട്ട് ആ പാട്ടിൽ ആ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു ഡാൻസും പരിപാടിയും ഉണ്ട് ജാഫർ ജാക്സന്റെ. മോനെ, ഞാൻ ഇങ്ങനെയാണ് ഇരുന്ന് പോയത്. അമ്മാതിരി ചെയ്തു വെച്ചിട്ടുണ്ട് ഭയം. വേറെ ലെവൽ. ആൻഡ് ക്യാൻ യു ഫീൽ ഇറ്റ് സോങ്, പിന്നെയും കുറേ സോങ്സ് ഉണ്ട് എല്ലാം. കാരണം ആ സോങ്സ് മുഴുവനായിട്ട് തന്നെ അവർ ഇട്ടിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് ആ പാട്ട് മുഴുവൻ പെർഫോം ചെയ്യുന്നതായിട്ട് തന്നെ. പിന്നെ എനിക്ക് ഈ മൈക്കിൾ ജാക്സനെ സത്യം പറഞ്ഞാൽ ഒരാളാണ് മൈക്കിൾ ജാക്സൺ. പുള്ളിയുടെ ആ ക്യാരക്ടർ, അതായത് വീട്ടിൽ വളർത്തുന്ന ജിറാഫ്, പാമ്പ്, ഇത് ചിമ്പാൻസിയുടെ ചെറിയൊരിത്, പിന്നെ ഒരു കുതിരയെ പോലത്തെ വേറെ ഒരു ലാമായ അങ്ങനെ എന്തോ ഒരു സാധനം, എന്തൊക്കെ വളർത്തുന്നു. അതായത് പുള്ളി ഒരു
ഭയങ്കര ചൈൽഡിഷാണ്, ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര ഒരു പേടിയുള്ള ഒരു പാവം മനുഷ്യനാണ് പുള്ളി. അത് ക്യാരി ചെയ്ത് ആ ഒരു ബയോപിക് കണ്ട സത്യം പറഞ്ഞാൽ ഇത്രമാത്രം സ്ട്രഗിൾ ചെയ്ത് വന്ന് ആൻഡ് വേൾഡിൽ, അതായത് ഇവർക്ക് ഒരു MTV എന്നൊക്കെ പറയുന്ന ഏതൊരു ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ബ്ലാക്ക് ആർട്ടിസ്റ്റിനെ ഒന്നും പോർട്രേറ്റ് ചെയ്യില്ല, അതായത് അവരുടെ പാട്ടുകളൊന്നും ഇടില്ല. ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ വൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇത്, അതായത് പച്ചയായിട്ട് തന്നെ ആ സിനിമയിൽ പറയുന്നുമുണ്ട്. ബില്ലി ജീൻ അങ്ങനെ ഒരുപാട് അറിയാവുന്ന വൈറ്റ് ആർട്ടിസ്റ്റുകളിൽ മാത്രമേ അതിലിടൂ. അപ്പോൾ അങ്ങനെ അവിടെ ഒരു സീൻ വരുന്നുണ്ട്. പുള്ളി പറയുന്നത് എൻ്റെ പാട്ടിന് ഇടണം, അത് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഇത്രയും ചെയ്തില്ല. അങ്ങനെ ആ സീൻ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഗൂസ് ബംസ് അറ്റ് ദ പീക്കാണ്, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഞാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ, സിനിമ ഫുള്ളി എനിക്ക് സാറ്റിസ്ഫൈഡ് തന്നിട്ടില്ല. ബട്ട് ആ പെർഫോമൻസ് എനിക്ക് കാണുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അത് മൈന്യൂട്ട് വരെ, ആ മൈന്യൂട്ട് എക്സ്പ്രഷൻ വരെ കറക്റ്റ് മൈക്കിൾ ജാക്സൺ വന്ന് ആ സൗണ്ട്, അതായത് ആ സൗണ്ട് പോലും അത് കോട്ടിസ്. ഞാൻ പറഞ്ഞില്ലേ, പുള്ളിയുടെ അച്ഛനായാലും അമ്മയായാലും ആ പുള്ളിയുടെ സഹോദരങ്ങളായാലും എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ മൊത്തത്തിൽ പടം പെർഫോമൻസ് ആണ്. നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു ബയോപിക്കാണ്, നമുക്കറിയാം ഇങ്ങനെ വളർന്ന് ഇങ്ങനെ വരുന്ന ഒരു കാര്യം തന്നെയാണ്. ബട്ട് എന്നിരുന്നാലും നമ്മൾ കാണുമ്പോൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ഒരു സിറ്റുവേഷൻ ഒക്കെ തോന്നും. ബട്ട് എനിക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് എന്തായാലും ആയില്ല. ബട്ട് ആ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നു പോയി, ഇത് എന്തായാലും ചെയ്യണേ. കറക്റ്റ് മൈക്കിൾ ജാക്സൺ, ജാഫർ ജാക്സൺ ആ പയ്യൻ ചെയ്തു വെച്ച സാധനം. അതിന് ക്ലൈമാക്സിൽ ഒരു 1.5 പെർഫോമൻസ് അവൻ ചെയ്യുന്നുണ്ട്. എൻ്റെ പൊന്നളിയ, അവൻ അവിടെ കിടന്ന് കത്തിക്കുകയാണ്. അതും അവർ കാണിക്കുന്നുണ്ട്, അതായത് ഈ ഓഡിയൻസ് വരുന്നവരൊക്കെ കരയുന്നത്, വിളിക്കുന്നത്, ഐ ലവ് യു എന്ന് പറയുന്നത്. ഓ മൈ ഗാഡ്, അതായത് ഈ ഓഡിയൻസ് ഒക്കെ ഈ കൺസേർട്ടിലൊക്കെ ഇങ്ങനെ വന്ന് ഓ മൈക്കിൾ ജാക്സൺ ഇങ്ങനെ കരയുന്നത്, അതൊക്കെ അവർ കിടിലനായിട്ട് പറയുന്നുണ്ട്, കിടിലനായിട്ട് അവർ കാണിക്കുന്നുണ്ട്. മൈക്കിൾ ജാക്സൺ സ്പോൺസർഷിപ്പ് വരുന്നത്, എല്ലാവരും തകർത്ത് മൈക്കിൾ ജാക്സൺ ഗ്ലോബലി സ്റ്റാർ ആവുന്നത്. ആൻഡ് അതിലൊരു സീനുണ്ട് ഗൈസ്, ഇൻട്രോയില് മുമ്പായിട്ട് ഒരു മറ്റേ സൂപ്പർമാനിലെ സ്പൈഡർമാനിൽ ഇപ്പോൾ ടോം ഹാളൻഡിൻ്റെ ഒരു ഫോട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു വണ്ടിയുടെ മേലിൽ ടോം ഹാളൻഡ് ഒറ്റയ്ക്കുന്നു, അതുപോലെ ഒരു സീന്. അതായത് ഒരു കാറിൻ്റെ മേലിൽ മൈക്കിൾ ജാക്സൺ ഇങ്ങനെ കയറി നിൽക്കും, റോഡ് മുഴുവൻ എറമ്പ് കണക്ക് ആളിങ്ങനെ നിറഞ്ഞിരിക്കും. ആ ഒരു സീൻ ഇങ്ങനെ വൈഡ് ഷോട്ടായിട്ട് അവർ കാണിക്കും. ഓ മൈ ഗാഡ്, എന്ത് സീനടാ, കണ്ട് രോമാഞ്ചം സത്യം. കാരണം നമുക്ക് ചിലപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ഒരു നടനും കൂടെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടുകാരന്, ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡാൻസർ, ഏറ്റവും ഇഷ്ടമുള്ള ഒരു കൈൻഡായിട്ടുള്ള ഒരാളും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മൈക്കിൾ ജാക്സൺ മരിക്കുമ്പോൾ ക്യാമറ TV-യിലൊക്കെ ഭയങ്കര ഇതും കാര്യങ്ങളൊക്കെ. മൈക്കിൾ ജാക്സൺ ഓ ഗ്ലോബലി എല്ലാവരും കണ്ണീരും കരച്ചിലും, കാരണം അത്രയും വലിയൊരു സ്റ്റാർ മരിച്ചുപോയി. അതും ചെറിയ വയസ്സിൽ തന്നെ, ഒരുപാട് വയസ്സൊന്നും ആവാതെ. അങ്ങനെ ഭയങ്കര ഇതിപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്തതാണോ, അതേ അങ്ങനെയാണോ എന്നൊക്കെ ഭയങ്കര ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ഇപ്പോഴും ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ആ സ്പാർക്ക് ആവുകയാണ്. വാർത്തയിലൊക്കെ ഭയങ്കര ന്യൂസും കാര്യങ്ങളൊക്കെ. മൊത്തത്തിൽ നിങ്ങൾ സിനിമ പെർഫോമൻസിന് തീർച്ചയായിട്ടും പോയി കാണാം. ആ ജാഫർ ജാക്സൺ എന്ന പയ്യൻ ആട്ടിച്ച് പിരുത്തിയിട്ടുണ്ട് ഗൈസ്, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ പടം അപ്പോൾ പടം സൂപ്പർ അല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ പടം വേറെ ലെവലാണ്. ബട്ട് ടോട്ടലി എന്നെ നോക്കുമ്പോൾ എനിക്ക് പേഴ്സണലി എൻ്റെ ഒപ്പീനിയനാണ്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെക്കാളും നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കാണാം, എന്നെക്കാളും നിങ്ങൾക്ക് നന്നായിട്ട് റിലേറ്റ് ആയി കാണാം. ബട്ട് ടോട്ടലി നോക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അത് ഓണസ്റ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ബട്ട് പെർഫോമൻസ് വൈസ് എല്ലാവരും, ജാഫർ ജാക്സനെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ജാഫർ ജാക്സനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. എന്തുമാത്രം പെർഫോമൻസ്, മൈക്കിൾ ആ ഡാൻസും പാട്ടും ആട്ടവും ഒരു രക്ഷയില്ല. ബട്ട് എല്ലാ സിനിമയിലും ഉള്ള പോലെ ഇതും ഒരു സെക്കൻഡ് ഹാഫ്, അതായത് ഒരു സെക്കൻഡ് പാർട്ട്. ആ ബയോപിക്കിൽ ഞാൻ സെക്കൻഡ് പാർട്ട് ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. അതായത് ഇതിലിപ്പം സംഭവം ലാസ്റ്റ് നമുക്ക് എന്ത് വിചാരിക്കും, എല്ലാവർക്കും പ്രഡിക്റ്റബിൾ ആണ്, ലാസ്റ്റ് മൈക്കിൾ ജാക്സൺ മരിക്കുന്ന ആ സീനും കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആവുമെന്ന്. ബട്ട് ഇതില്ല, ഇത് ഞങ്ങളിങ്ങനെ സിനിമ എല്ലാവരും കണ്ടുകൊണ്ടിരുന്ന് പെട്ടെന്ന് സ്ക്രീൻ ലൈറ്റ് ഓഫായി പോയി. അപ്പം നമ്മൾ വിചാരിച്ചത് ഇനി രണ്ടാമത്തെ ഇൻ്റർവെല്ലാണെന്ന് നോക്കട്ടെ, ഹിസ് സ്റ്റോറി കണ്ടിന്യൂസ് എന്ന് സെക്കൻഡ് പാർട്ടുണ്ട്. അതിനി എന്നാണ് എപ്പോഴാണെന്ന് അറിയില്ല, ഇനി അവർ അനൗൺസ് ചെയ്യും. ബട്ട് നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം തന്നെയാണ് മൈക്കിൾ, തീർച്ചയായിട്ടും. കാരണം അജാദിയായിട്ട് അവന്മാർ പെർഫോമൻസ് വൈസ് എടുത്തു വെച്ചിട്ടുണ്ട്. പടം ടോട്ടലി നോക്കുവാണെങ്കിൽ എനിക്ക് ചെറിയ ലാഗും പരിപാടികളൊക്കെ തോന്നി, ചെറിയൊരു ഈ സീനൊന്ന് തീർന്നിരുന്നെങ്കിലോ എന്നുള്ളൊരിതൊക്കെ തോന്നി.
പിന്നെ ഈ സിനിമയിൽ തുടക്കത്തിൽ കൊച്ചു മൈക്കിൾ ജാക്സൺ ആയിട്ട് ഒരു പുള്ളിക്കാരൻ ഒരു കൊച്ചു പയ്യൻ. അപ്പം അതിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടെ, വിട്ടുപോയി, ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ച്. അപ്പം അതിൻ്റെ പേര് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഓർമ്മ വരുവാണെങ്കിൽ ഞാൻ ഇതിൽ ഇട്ടേക്കാം, പേരെഴുതി ഇട്ടേക്കാം. ആ പയ്യൻ ഇങ്ങനെ കാല് തറയിൽ നിൽക്കൂല മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സൺ പാട്ട് പാടുമ്പോഴും, അതായത് ഈ കൊച്ചിലെ ഇവർ പാട്ട് പാടി പഠിപ്പിക്കുമ്പോഴും ഇങ്ങനെ അനങ്ങിയേ നിൽക്കൂ. പിന്നെ ആ ഒരു കൈൻഡ്നെസ് ആണ്, അതായത് വീട്ടുകാർക്ക് എല്ലാവർക്കും ഇല്ലാത്ത പ്രത്യേകതര സ്വഭാവങ്ങളാണ് മൈക്കിൾ ജാക്സൺ അങ്ങനെ ഈ ലവേഴ്സും കാര്യങ്ങൾ അങ്ങനെ പരിപാടിയൊന്നുമില്ല. ഫുൾ പ്രൊഫഷണലാണ്, പാഷനാണ്. ആൻഡ് പുള്ളി പലതരം ഇതാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ ജിറാഫ്, ആ ജിറാഫിൽ പുള്ളിക്കാരൻ്റെ അച്ഛനെ നോക്കുന്ന സീനും കുറച്ച് കോമഡീസൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഈ ലാമ എന്ന് പറയുന്ന എന്തോ ഒരു മൃഗം, പിന്നെ ഒരു കോബ്ര, വലിയൊരു കോബ്ര വീട്ടില്ലാത്ത. അപ്പോൾ ഇത് കോബ്ര ഭയങ്കര വിശപ്പിലാണ്, അതുകൊണ്ട് നീ നോക്കിയൊക്കെ ഇരുന്നോ എന്നൊക്കെ പറയുന്ന സീനൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ എന്തോടാ വീട്ടിൽ പാമ്പൊക്കെ വളർത്തുന്ന ആള് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പുള്ളിയുടെ ഈ തലയിലൊക്കെ തീയൊക്കെ കത്തി ഹോസ്പിറ്റലിലാവുന്ന സീൻ. അപ്പോൾ ഇതായത് പുറത്ത് ആൾക്കാരെല്ലാം എപ്പോഴും മൈക്കിൾ ജാക്സൺ എന്ത് പറ്റി, ആ ഒരു വേവലാതി, ആ ടെൻഷൻ, അതൊക്കെ അവർ ബിൽഡ് ചെയ്ത് സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ പെർഫോമൻസിന്റെ കാര്യത്തിൽ പടം നിങ്ങൾക്ക് മസ്റ്റ് വാച്ചാണ്. നിങ്ങൾ ഫസ്റ്റ് ഹാഫ്, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഓണസ്റ്റ് ആയിട്ട് എനിക്ക് ഫസ്റ്റ് ഹാഫ് ലാഗും കാര്യങ്ങളും ചെറിയൊരു ഇഴപ്പും ഇങ്ങനെ ഈ സീൻ തീർന്നിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഓണസ്റ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാതിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ആൻഡ് പടം തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. പുള്ളിയെ വരച്ച വരയിൽ ജാഫർ ജാക്സൺ, അതായത് മൈക്കിൾ ജാക്സന്റെ നെഫ്യൂ ആയ ജാഫർ ജാക്സൺ, മൈക്കിൾ ജാക്സന്റെ മുതിർന്ന സഹോദരൻ ജെറമിയ ജാക്സന്റെ മകനും കൂടെയാണ് ജാഫർ ജാക്സൺ. ആ പുള്ളി അന്യായമായിട്ട് മൈക്കിൾ ജാക്സനെ അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഡാം ഷുവറാണ് സെക്കൻഡ് പാർട്ടിലും അതിലും ഗംഭീരമായിട്ട് പുള്ളി ചെയ്തു വയ്ക്കുമെന്നുള്ളത്. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ്, തിയേറ്റർ എക്സ്പീരിയൻസ് മുഖ്യം. ബിഗിലെ മൈക്കിൾ സിനിമ പ്രീമിയറായി കണ്ട്